ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ വന്നിരിക്കുന്ന പുതിയ കുറച്ച് അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾ ഒരു യൂട്യൂബർ ആണോ? എന്നാൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ പുതിയ അപ്ഡേറ്റിൽ വന്നിരിക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ക്ലിക്ക് ത്രൂ റേറ്റിൽ വന്നിരിക്കുന്ന കുറച്ച് ചേഞ്ചസ് ആണ്. യൂട്യൂബിന്റെ ഹോം ഫീഡിൽ വീഡിയോസ് എല്ലാം തന്നെ ഓട്ടോ പ്ലേ ആയി കാണാറുണ്ട്. ഇനി ഇങ്ങനെ ഓട്ടോ പ്ലേ വഴി ലഭിക്കുന്ന വ്യൂസ് കൂടി ആഡ് ചെയ്തതിനു ശേഷമാണ് ക്ലിക്ക് ത്രൂ റേറ്റിന്റെ വ്യൂസ് നിർണ്ണയിക്കുക. അതിനാൽ തന്നെ ഇനി നമുക്ക് ക്ലിക്ക് ത്രൂ റേറ്റിൽ കുറച്ച് മാറ്റങ്ങളെല്ലാം കാണാൻ സാധിക്കും. അടുത്ത ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് യൂട്യൂബിൽ നമുക്ക് പുതുതായി റിസർച്ച് ടൂൾ എന്ന ഒരു ഫീച്ചർ ലഭിക്കുന്നുണ്ട്. എന്താണ് റിസർച്ച് ടൂൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. റിസർച്ച് ടൂൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വ്യൂവേഴ്സ് അവർ എന്താണ് കൂടുതൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എനിക്ക് ലഭിച്ചിരിക്കുന്ന റിസർച്ച് ടൂൾ ഓപ്ഷൻ YT സ്റ്റുഡിയോയിൽ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് എന്റെ വ്യൂവേഴ്സ് കൂടുതലായി സെർച്ച് ചെയ്തിരിക്കുന്നത് iPhone 12, കൈൻമാസ്റ്റർ വീഡിയോ എഡിറ്റിംഗ് ഇവയെക്കുറിച്ചെല്ലാമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ റിസർച്ച് ടൂൾ യൂട്യൂബിൽ യൂസ് ചെയ്ത് നിങ്ങളുടെ വ്യൂവേഴ്സ് എന്താണ് കൂടുതലായി സെർച്ച് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ തന്നെ നിങ്ങളുടെ വ്യൂവേഴ്സ് കൂടുതലായി സെർച്ച് ചെയ്യുന്ന കണ്ടന്റിനെ കുറിച്ചെല്ലാം വീഡിയോസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോസിന് കൂടുതൽ റീച്ച് കിട്ടാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇത് ക്രിയേറ്ററെ സംബന്ധിച്ച് വളരെ നല്ല ഒരു അപ്ഡേറ്റ് ആണ്. എന്താണ് നിങ്ങളുടെ വ്യൂവേഴ്സിന് താല്പര്യമുള്ളത് എന്ന് കൂടുതലായി മനസ്സിലാക്കാൻ റിസർച്ച് ടൂൾ വഴി നിങ്ങൾക്ക് സാധിക്കും. അടുത്ത ഒരു അപ്ഡേറ്റ് യൂട്യൂബിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ മാനേജ് ചെയ്യുന്നതിന് ആരെയെങ്കിലും ആഡ് ചെയ്യാൻ സാധിക്കും. ഇതിനായി നമ്മൾ ചെയ്തിരുന്നത് നമ്മുടെ ചാനലിൽ അവരുടെ Gmail ID ലിങ്ക് ചെയ്യുകയായിരുന്നു. എന്നാൽ ഇതുവഴി നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്യുന്ന വ്യക്തിക്ക് നമ്മുടെ ചാനൽ മുഴുവനായി കൺട്രോൾ ചെയ്യാനുള്ള പെർമിഷനാണ് നൽകിയിരുന്നത്. അതായത് നിങ്ങളുടെ ചാനലിൽ വീഡിയോസ് ആഡ് ചെയ്യുന്നതിന്, വീഡിയോസ് ഡിലീറ്റ് ചെയ്യുന്നതിന് എന്ന് വേണ്ട എല്ലാ പെർമിഷനും നിങ്ങൾ ആഡ് ചെയ്ത വ്യക്തിക്ക് ലഭ്യമായിരുന്നു. എന്നാൽ യൂട്യൂബിൽ വന്നിരിക്കുന്ന പുതിയ ഫീച്ചർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോയുടെ സബ്ടൈറ്റിൽസ് എഡിറ്റ് ചെയ്യുവാൻ മാത്രമായി നിങ്ങൾക്ക് ആരെയെങ്കിലും ഹയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുവഴി നമ്മൾ പെർമിഷൻ നൽകിയ വ്യക്തിക്ക് നിങ്ങളുടെ സബ്ടൈറ്റിൽസ് എഡിറ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യാൻ സാധിക്കുക. അതായത് അവർക്ക് നിങ്ങളുടെ ചാനലിന്റെ സബ്ടൈറ്റിൽസ് ആഡ് ചെയ്യുക, സബ്ടൈറ്റിൽസ് എഡിറ്റ് ചെയ്യുക, സബ്ടൈറ്റിൽസ് ഡിലീറ്റ് ചെയ്യുക എന്നീ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇത് നല്ല ഒരു അപ്ഡേറ്റ് ആണ്. അതായത് നിങ്ങളുടെ ചാനലിന്റെ പൂർണ്ണമായ കൺട്രോൾ നിങ്ങൾ മറ്റൊരു വ്യക്തിക്ക് നൽകാതെ നിങ്ങളുടെ ചാനലിന്റെ സബ്ടൈറ്റിൽസ് മാത്രം എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഒരാളെ ഹയർ ചെയ്യാൻ സാധിക്കുക എന്നത്. അടുത്ത ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് യൂട്യൂബ് സ്റ്റുഡിയോയിലെ ട്രാഫിക് സോഴ്സ് എന്നതിലാണ്. അതായത് ട്രാഫിക് സോഴ്സ് എന്ന ഓപ്ഷൻ ഫിൽട്ടർ ചെയ്ത് നിങ്ങളുടെ ചാനലിലേക്ക് വന്നിരിക്കുന്ന വ്യൂസ് എവിടെ നിന്നാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അഡ്വർടൈസ്മെന്റിൽ നിന്നാണോ, ബ്രൗസ് ഫീച്ചേഴ്സിൽ നിന്നാണോ, സജസ്റ്റഡ് വീഡിയോസിൽ നിന്നാണോ, എൻ സ്ക്രീനിൽ നിന്നാണോ, പ്ലേലിസ്റ്റിൽ നിന്നാണോ, ഇങ്ങനെ മറ്റു ഏത് വഴിയിൽ നിന്നാണ് നിങ്ങളുടെ ചാനലിലേക്ക് വ്യൂസ് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ ഈ ഓരോ ഓപ്ഷനിൽ വന്നിരിക്കുന്ന വാച്ച് ടൈമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇപ്പോൾ എലാബറേറ്റ് ആയി മനസ്സിലാക്കുന്നതിന് നമുക്ക് ഈ ഒരു ഓപ്ഷൻ സഹായകമാണ്. നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ ട്രാഫിക് സോഴ്സ് എന്ന ഓപ്ഷനിൽ പോയി ഫിൽട്ടർ ചെയ്ത് നിങ്ങളുടെ വീഡിയോസിന് ലഭിച്ചിരിക്കുന്ന വ്യൂസ് എല്ലാം എങ്ങനെയാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ അനാലിസിസിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിന്റെ ഗ്രോത്ത് വർദ്ധിപ്പിക്കുന്നതിനെല്ലാം സാധിക്കും. അതായത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് വഴി അല്ലെങ്കിൽ എൻഡ് സ്ക്രീൻ വഴിയെല്ലാമാണ് കൂടുതൽ വ്യൂസ് വന്നിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതലായി പ്രൊമോട്ട് ചെയ്ത് വ്യൂസ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും മറ്റു ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്തു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയിൽ കാണാം.